നമസ്കാരം. ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ശ്രദ്ധേയമായ കാര്യം ഇതിനെ പൊളിറ്റിക്കൽ ഡീമോണിറ്റൈസേഷൻ എന്ന പ്രയോഗത്തിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ആഘാതം എത്തിക്കും വിധത്തിൽ വിശദാംശത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും ആദ്യ 5 പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ശശി തരൂരിൻ്റെ പ്രസംഗം തന്നെയാണ്. ആ പ്രസംഗം അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. പ്രസംഗത്തിലേക്ക് കടക്കാം. For decades, the Women's Reservation Bill has been long promised, frequently discussed, perpetually delayed, like waiting for Godot of our political system. സ്ത്രീകളുടെ സംവരണ ബിൽ ദീർഘകാലമായി വാഗ്ദാനം ചെയ്യപ്പെട്ടതും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ നിരന്തരം വൈകിപ്പിക്കപ്പെട്ടതുമാണ്. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ഗോദോയെ കാത്തിരിക്കുന്നത് പോലെ ഇന്ന് സ്ത്രീകളുടെ സംവരണത്തിന് അനുകൂലമായി ഏകദേശം ഏകോപിത രാഷ്ട്രീയ സമവായം ഉണ്ടായിരിക്കുന്ന ഒരു തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സഭയിലെ ഓരോ പ്രധാന പാർട്ടിയും തിരിച്ചറിയുന്നത് ടോക്കണിസത്തിന്റെ കാലഘട്ടം അവസാനിച്ചു എന്നും സമത്വ പങ്കാളിത്തത്തിന്റെ യുഗം ആരംഭിക്കണം എന്നുമാണ്. എന്നിട്ടും നമ്മൾക്ക് മുന്നിലുള്ള നിയമനിർമ്മാണ നടപടിയെക്കുറിച്ച് ഞാൻ ആഴത്തിൽ അസ്വസ്ഥനായിരിക്കുന്നു. The Prime Minister says the government has brought Nari Shakti, a gift of justice, but he has wrapped it in barbed wire, tethering the implementation of women's reservation to the expansion of parliament, to numbers from the 2011 census, and an exercise of delimitation. Why, Mr. Speaker, why must we entangle a moral imperative with a demographic minefield? പ്രധാനമന്ത്രി പറയുന്നത് സർക്കാർ നാരീശക്തിക്ക് നീതിയുടെ ഒരു സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ അത് മുള്ളുവേലി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളുടെ സംവരണത്തിന്റെ നടപ്പാക്കലിനെ 2011 സെൻസസ് അനുസരിച്ചുള്ള പാർലമെന്റിന്റെ സീറ്റ് വർധനയോടും ഡീലിമിറ്റേഷൻ നടപടികളോടും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്തിനാണ് നാം ഒരു ധാർമ്മിക ആവശ്യകതയെ ജനസംഖ്യ മൈൻഫീൽഡുമായി കുരുക്കുന്നത്? സ്ത്രീകളുടെ സംവരണം നടപ്പാക്കലിന് തയ്യാറാണ്. അത് നിലവിലെ പാർലമെന്റ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനടി നടപ്പാക്കാവുന്നതും നടപ്പാക്കേണ്ടതും ആണ്. അതിനെ ഡീലിമിറ്റേഷനുമായി ബന്ധിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം നടപടികളിൽ ഒന്നാണ്. ഡീലിമിറ്റേഷൻ ആവശ്യപ്പെടുന്നത് ഗൗരവതരമായ ചർച്ചയാണ്. നമ്മളൊരു ഗഹനമായ ജനസംഖ്യാ വ്യത്യാസത്തിന് മുന്നിലാണ്. നമ്മുടെ രാജ്യത്ത് കുറഞ്ഞത് 3 പ്രധാന ഫോൾട്ട് ലൈനുകൾ ഉണ്ട് സാർ. 3 major fault lines in our country, sir. First, the balance between small states and big states. Second, the balance between states, particularly in the south like Tamil Nadu or Kerala, which have diligently implemented national goals of population control and invested in inclusive human development, and those states, mainly in the north, who have not. Yet in future delimitations, states that have failed to curb population growth would be rewarded with greater political weight, and we must ask if this is the message we wish to send, that governance excellence leads to political irrelevance. Third factor, sir, the balance between the states that are the engines of our economy, contributing more to the national exchequer than they receive, and those that are net recipients of central funds. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ യൂണിയനെ നിലനിർത്തുന്ന വിഭവങ്ങളുടെ ഭൂരിഭാഗവും നൽകുന്ന സംസ്ഥാനങ്ങളുടെ ശബ്ദങ്ങളെ കൂടുതൽ അരികുവൽക്കരിക്കും. അത് കൂടുതൽ ഇല്ലാതാക്കപ്പെടും. നമ്മളൊരു ജനസംഖ്യാ ഭൂരിപക്ഷത്തിന്റെ ക്രൂരത സൃഷ്ടിക്കുന്നത് അപകടകരമാണ്. അവിടെ ഏതാനും വലിയ ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ കഴിയും. ചെറിയ സംസ്ഥാനങ്ങളെയും വ്യത്യസ്ത ഭാഷ, സാംസ്കാരിക തനിമയും സാമ്പത്തിക സംഭാവനയുമുള്ളവരെയും അവരുടെ സ്വന്തം രാജ്യത്ത് കാഴ്ചക്കാരാക്കി മാറ്റും. ജനസംഖ്യാ നിയന്ത്രണം പാലിച്ച സംസ്ഥാനങ്ങളെ, അതിൻ്റെ തുടർച്ചയായി രാജ്യത്തിൻ്റെ നിർദ്ദേശം പാലിച്ച് മുന്നോട്ടു പോയ സംസ്ഥാനങ്ങളെ കുരുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. എന്നാൽ നേരെ വിപരീതമായി ഉയർന്ന ജനസംഖ്യാ വളർച്ചയുള്ള പക്ഷേ കുറഞ്ഞ സാമ്പത്തിക ഉൽപാദനക്ഷമതയുള്ള സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ധനകാര്യ ഉത്തരവാദിത്തമില്ലാതെ അമിത രാഷ്ട്രീയ ശക്തി ലഭിക്കും. സഹകരണ ഫെഡറലിസത്തിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ ഡീലിമിറ്റേഷൻ വേഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഡീമോണിറ്റൈസേഷനിൽ കാണിച്ച അതേ വേഗത അത് രാജ്യത്തിന് എന്ത് നാശമുണ്ടാക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. What happens, sir, to cooperative federalism? You have proposed delimitation with such haste, the same haste that you showed on demonetization. ഡീലിമിറ്റേഷൻ രാഷ്ട്രീയ ഡീമോണിറ്റൈസേഷനായി മാറും. അത് ചെയ്യരുത് സാർ. Unfortunately, we all know what damage that did to the country. Delimitation, sir, will turn out to be political demonetization. Don't do it. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആഭ്യന്തരമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച 50% ഫോർമുലയെക്കുറിച്ചാണ്. ഡീലിമിറ്റേഷൻ നടപടികളെക്കുറിച്ച് ഒരു സംസ്ഥാനവും നിലവിലെ സീറ്റുകൾ നഷ്ടപ്പെടുത്തില്ല. മൊത്തം ഹൗസിന്റെ ശക്തി 50% വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അപകടകരമായ രാഷ്ട്രീയ ഉറപ്പാണ്, നിയമപരമായ ഉറപ്പല്ല.
കാരണം ഈ വാഗ്ദാനം നിയമത്തിൻ്റെ നിലവിലെ ടെക്സ്റ്റിനോട് അടിസ്ഥാനപരമായി വൈരുദ്ധ്യം ഉള്ളതാണ്. അത് സർക്കാർ നിയമിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. അതിൻ്റെ തീരുമാനങ്ങൾ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ല. Pledge is fundamentally contradicted by the existing text of the legislation itself, which gives total freedom to the Delimitation Commission appointed by the government, whose decisions cannot be challenged in a court of law. നിലവിലെ സാഹചര്യത്തിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ BJP സർക്കാർ നിയമിക്കുന്ന ആ കമ്മീഷന് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കൂടാതെ ലോക്സഭയെ 850 അംഗങ്ങളുള്ള ഹൗസാക്കി വിപുലീകരിക്കുന്നത് ഏതൊരു ജനാധിപത്യത്തിലെയും ഏറ്റവും വലിയ ലെജിസ്ലേച്ചറാക്കും. അത് ഭാരമേറിയതും പ്രവർത്തിക്കാൻ പ്രയാസമുള്ളതും ആക്കും. പ്രത്യേകിച്ച് സർക്കാർ പാർലമെൻറ്റ് സമ്മേളന ദിവസങ്ങൾ ക്രമേണ കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം പരിമിതമായ ഷെഡ്യൂളിൽ 850 അംഗങ്ങളുടെ ഉള്ള ചേംബറിന് നിലവിലെ ക്വസ്റ്റ്യൻ അവറിന് അനുവദിച്ച സമയം കുറഞ്ഞത് ഇരട്ടിയാക്കേണ്ടി വരും. ഭൂരിപക്ഷ MPമാർക്ക് അർത്ഥവത്തായ പങ്കാളിത്തത്തിന് സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഭൂരിപക്ഷം പ്രതിനിധികൾ ഫലപ്രദമായി നിശബ്ദരാക്കപ്പെടും. What will your job be, sir? An 850-member chamber would require at least a doubling of the time currently allotted to question hour, 0 hour for a majority of MPs. मेरे कार्यकाल में होगा तो सबको मौका दे दूंगा. Sir, for a majority. देर रात कल भी इसी महिला संशोधन बिल पर रात को 1:25 तक सभी महिला सदस्यों को मौका दिया, सबको. देखिए लेकिन ये भी आपके बारे में भी चिंता है सर. और for a majority of MPs to have any chance of meaningful participation, you'll have to double the time allotted to question hour and 0 hour, failing which a majority of representatives would be effectively silenced, sir. How will you manage to give 850 MPs a chance to speak? As it is with 543, many of us don't get questions. देखो, You are saying no whenever we ask for the floor. शशि थरूर जी, मैं रोकना नहीं चाहता, लेकिन इस सदन में कोई मान्य सदस्य नहीं बोल सकता कि मैं किसी को बोलने का मौका नहीं देता. चाहे शून्यकाल हो, चाहे विधेयक हो, जितनी देर बोलने देना चाहता सबको बोलने देता. और अंतिम रात को अंतिम रूप से मैं लास्ट में रहता हूँ कि कोई बाकी रह गया हो तो भी और बुला देता हूँ. 850 होते हैं 850 होते हैं. आपका हाल क्या होगा मुझे पता नहीं. പലർക്കും ചോദ്യങ്ങൾക്കുള്ള അവസരം ലഭിക്കുന്നില്ല. ഇപ്പം തന്നെ നമുക്കറിയാം എത്ര ആൾക്ക് സഭയിൽ ഇടപെടാൻ പറ്റുന്നുണ്ട് എന്ന്. മാത്രമല്ല സഭയുടെ സമയം കുറച്ച് കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. അവസാനം ഈ പാർലമെൻറ്റ് ഒരു നോക്കുകുത്തിയാക്കി മാറ്റപ്പെടുന്ന അവസ്ഥയാവും. അപ്പോൾ ഈ 850 ആളുണ്ടാകുമ്പം എങ്ങനെയായിരിക്കും സഭയിൽ ശബ്ദമുയർത്താൻ അവസരം കിട്ടുക? മറ്റൊരാശങ്ക ശശി തരൂർ പറയുന്നുണ്ട്. ലോക്സഭയുടെ വലിപ്പം വിപുലീകരിക്കുമ്പോൾ രാജ്യസഭയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അനുബന്ധ നിർദ്ദേശമില്ല എന്നതാണത്. ഇത് രണ്ട് സഭകൾ തമ്മിലുള്ള സന്തുലനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ജോയിന്റ് സിറ്റിംഗിൽ വലുതായ ലോക്സഭ വോട്ടിങ്ങിൽ ആധിപത്യം സ്ഥാപിക്കും. അതായത് നിലവിൽ പാർലമെന്റിൽ ലോക്സഭയിൽ BJPക്കും NDAക്കും ഭൂരിപക്ഷം ഉണ്ടായാലും രാജ്യസഭയിൽ അത് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ ഒരു നിയമം നടപ്പാക്കുമ്പം ലോക്സഭ പാസ്സായി രാജ്യസഭയിൽ പോയാൽ അവിടെ വീണ്ടും ഒരു പരിശോധന നടത്തപ്പെടും. മാത്രമല്ല ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള നിയമനിർമ്മാണം അടക്കം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പം ലോക്സഭയിൽ നിന്ന് ഈ കൂടുതൽ അംഗങ്ങൾ വരുമ്പോൾ രാജ്യസഭയിലെ പരിമിതിയെ മറികടക്കാൻ ഈ ആധിപത്യത്തെ അവർ ഉപയോഗിക്കും എന്നാണ്. Raises a serious structural concern, sir. This alters the relative balance between the two houses in the event of a joint sitting. The significantly larger Lok Sabha would dominate the voting process, and the imbalance would also extend to the elections of president and vice president, where each MP casts an unequal vote. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും ഈ അസന്തുലനം നീണ്ടു നിൽക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീകളുടെ സംവരണ ബിൽ ഇപ്പോൾ പാസ്സാക്കുക, ഞങ്ങൾ പിന്തുണക്കാം. പ്രധാനമന്ത്രി നാരീശക്തിയെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റ് എണ്ണം ഉപയോഗിച്ച് നടപ്പാക്കട്ടെ. ഇന്ത്യയിലെ സ്ത്രീകളോട് നിങ്ങളുടെ പ്രതിബദ്ധത വെറും വാചകമല്ല എന്ന് കാണിക്കുകയാണ് വേണ്ടത്. ഡീലിമിറ്റേഷൻ വരട്ടെ, അത് മാറ്റിവെക്കുക. എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ ഫെഡറൽ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഔപചാരിക മെക്കാനിസം, ഒരു JPCയോ മറ്റോ രൂപീകരിക്കുക. അങ്ങനെ ഡീലിമിറ്റേഷനിലേക്ക് കടക്കാനുള്ള കൃത്യമായ വഴികൾ സ്വീകരിക്കുക. നമ്മുടെ പുതിയ ഇന്ത്യയിലേക്കുള്ള മാർച്ച് വിഘടിത ഇന്ത്യയാക്കരുത്. നമ്മുടെ ഏറ്റവും വിജയകരമായ സംസ്ഥാനങ്ങളെ പിന്നോട്ട് വിടരുത്. സ്ത്രീകൾക്ക് അവരുടെ അവകാശം ഇപ്പോൾ തന്നെ നൽകുക. അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന് ജനസംഖ്യാ വെല്ലുവിളികൾ ബുദ്ധിപൂർവ്വം പരിഹരിക്കാൻ സമയം നൽകുക. വെറും അക്കങ്ങളുടെ കൂട്ടലും കിഴിക്കലുമല്ല. Let us give women their due now. महिलाओं को नारी शक्ति ही दे दे
or give our nation, our union of states, the time it needs to solve its demographic challenges with wisdom and not just arithmetic. സർക്കാർ ദയവായി രാജ്യത്തിൻ്റെ വലിയ താല്പര്യങ്ങളെക്കുറിച്ച് യുക്തിസഹമായി ചിന്തിക്കുക. ഭരണപക്ഷത്തിൻ്റെ ഹ്രസ്വകാല താല്പര്യങ്ങളല്ല മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് ശശി തരൂർ അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.